സ്ത്രീയുടെ ഹൃദയത്തിൽ മുറുകെ പിടിച്ചിട്ടുള്ള സ്വപ്നങ്ങൾക്ക് ഒരു കാത്തിരിപ്പുണ്ട്. ഉയരങ്ങളിലേക്ക് എത്താനുള്ള കാത്തിരിപ്പ്. അവൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു, വളരാൻ ആഗ്രഹിക്കുന്നു, സ്വന്തം നിലയിൽ നിലകൊള്ളാൻ ആഗ്രഹിക്കുന്നു. അത്തരം സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കാൻ IT അക്കാഡമിയിൽ എത്തിയിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ IT അക്കാദമിയിൽ ഇപ്പോൾ 2 കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓഫീസ് അഡ്മിനിസ്ട്രേഷനും PPTCയും ഓൺലൈനായിട്ട് തന്നെ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 1 ഇയർ ആവാറായി. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന ടൈം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് കോഴ്സ്, എങ്ങനെയാണ് സാറുമാരെ മിസ്സുമാരൊക്കെ എങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വന്ന് കഴിഞ്ഞ് ക്ലാസ് സ്റ്റാർട്ട് കഴിഞ്ഞ ശേഷം എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട്. മിസ്സുമാരാണെന്നുണ്ടെങ്കിലും ഒപ്പം പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു. ഇപ്പോൾ ക്ലാസ് അടിപൊളിയാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. ക്ലാസ്സൊക്കെ എങ്ങനെയാണ്, മിസ്സുമാരൊക്കെ എങ്ങനെയാണ്, പിന്നെ നമ്മൾ പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള കുട്ടികളൊക്കെ ആവില്ല നമ്മളെ കൂടെ പഠിക്കുന്നത്, അപ്പോൾ അവരൊക്കെ എങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ശേഷം അടിപൊളിയായിരുന്നു. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു. കുറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ അതുപോലെ മിസ്സുമാരൊക്കെ അടിപൊളിയാണ്, നല്ല ക്ലാസ്സാണ്. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് 1 ഡേ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു മന്ത്ലി. അപ്പോൾ അതിന് വരുമ്പോൾ എല്ലാവരും പുതിയ ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടും. ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് വർക്ക്ഷോപ്പൊക്കെ. ഡാൻസ് ആയിട്ടും പ്രോഗ്രാംസൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ വന്ന് ഇപ്പോൾ ഇവിടെ IT അക്കാദമിയോട് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ വേറൊരു കോഴ്സും കൂടെ ഇപ്പോൾ ചേർന്നിട്ടുണ്ട്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ. അത് ഓൾമോസ്റ്റ് 2 മന്ത് ആവാറായി. അതും അടിപൊളി ക്ലാസ്സാണ്. ഇനി അതിൻ്റെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഭയങ്കര ഉഷാറായിട്ട് ക്ലാസ് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാറ് മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടാവും. അത് ഞങ്ങൾക്ക് ഒന്നും കൂടെ പഠിക്കാനും കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ട് ക്ലാസ്സൊക്കെ കേൾക്കാനും പിന്നെ ഒന്നുകൂടെ കോൺഫിഡൻറ്റ് കിട്ടും. സാറ് ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് സാറ് ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ. ഇപ്പോൾ എനിക്ക് PPTCയിലാണെന്നുണ്ടെങ്കിലും മന്ത്ലി സാറെ ക്ലാസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലാണെന്നുണ്ടെങ്കിലും സാറെ മോട്ടിവേഷൻ ക്ലാസ് കിട്ടാറുണ്ട്. അതുപോലെ ഇപ്പോൾ നമുക്ക് മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കിട്ടുന്നത് കൊണ്ട് നമുക്ക് വേറൊരു ഓഫീസിലാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ വേറെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്കൊന്നും കൂടെ കോൺഫിഡൻ്റ് ഉണ്ടാവും. നമുക്കൊരു പേടി ഉണ്ടാവില്ല. കാരണം ഒന്നാമത് ഇവിടുന്ന് നല്ല നമുക്ക് മാമാരാണെന്നുണ്ടെങ്കിൽ നല്ല കോച്ചിങ് തരുന്നുണ്ട്, നല്ല മോട്ടിവേഷൻ തരുന്നുണ്ട്. പോരാത്തിന് സാറെ ക്ലാസ്സും കൂടെ ആകുമ്പോൾ നമുക്കൊന്നും കൂടെ കോൺഫിഡൻ്റ് ആവും, നമുക്ക് വർക്ക് ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടാവും. ഞാൻ ഈ ഓൺലൈൻ ക്ലാസ് തിരഞ്ഞെടുത്തതിന് ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഓൺലൈനിലാണ് തോന്നാറേ ഇല്ല. ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓഫ്ലൈനിലായിട്ട് പോയിട്ട് പഠിക്കണ പോലെ ഫീലാണ്. മിസ്സുമാരാണെങ്കിലും ഫ്രണ്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഓഫ്ലൈൻ പഠിക്കണ പോലെ തന്നെയാണ് ഓൺലൈനായിട്ടും. അടിപൊളിയാണ് ക്ലാസ് എല്ലാവരും. ഞാൻ IT അക്കാദമിയുടെ ഹോസ്റ്റലിൽ തന്നെയാണ് താമസിക്കുന്നതും. ഇത്രയും ലോങ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഞാൻ മുന്നേ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും ഇത്ര ലോങ് ആയിട്ട് വരുമ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് കണ്ട് ഇപ്പോൾ റൂംമേറ്റ്സ് ആയാലും അവരോടൊക്കെ കമ്പനി ആയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ നിൽക്കുന്നതിലും. പിന്നെ ഞങ്ങൾ കുക്ക് ചെയ്യുന്ന കാര്യത്തിലായാലും ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നതും. ഭയങ്കര ഹാപ്പിയാണ്, ഒരു ഹോംലി ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നത്. സേഫായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആണ് IT അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും സാറാണെങ്കിലും ഒക്കെ നമ്മളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നമ്മളെ പോലെയാണ് എല്ലാവരും. നമ്മുടെ വൈബാണ്. അതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ഒരാളായിട്ട് മാറാൻ കഴിയും. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ഓരോ ക്ലാസ് കേൾക്കുമ്പോൾ. ഞാൻ ഇവിടെ ഒരു 3 to 4 സമയം എന്ന് പറയുന്നത് അതിനായിട്ട് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നമ്മളുടെ ഒരു ലോകമാണ്, ഞങ്ങളൊരു ലോകമാണ് ഞങ്ങളുടെ ക്ലാസ് റൂം. നമുക്കൊരു അടിപൊളി ഒരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എനിക്ക് ഓഫ്ലൈൻ പഠിക്കാത്തതുകൊണ്ടുള്ള ഭയങ്കര സങ്കടമുണ്ട് സത്യം പറഞ്ഞാൽ. ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ ഇതുകൂടി ഉഷാറായിരുന്നു എന്ന് തോന്നി. ഞാൻ സൗദി അറേബ്യയിലാണുള്ളത്. ഇവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ അന്വേഷിക്കുന്നതിനിടയിലാണ് IT അക്കാദമിയെ പറ്റി അറിയുന്നത്. ഇപ്പോൾ ഞാൻ IT അക്കാദമിയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 6 മന്ത് ഓൺലൈൻ സ്റ്റുഡന്റ് ആണ്. 24 വർഷമായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് IT അക്കാദമിയിൽ നമ്മുടെ കൂടെ ഉള്ളത്. ലൈവ് ക്ലാസ്സുകൾക്ക് പുറമെ റെക്കോർഡഡ് ക്ലാസ്സുകളും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും നമ്മുടെ ഫ്രീ ടൈമിനനുസരിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഏതൊരു കോഴ്സും പഠിച്ചെടുക്കാവുന്നതാണ്. അതിനുവേണ്ടി നമ്മുടെ കൂടെ ഏത് സമയത്തും നമ്മുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരാൻ തയ്യാറായി നിൽക്കുന്ന ടീച്ചേഴ്സും ഉണ്ട്. ഓൺലൈനായിട്ട് മാത്രമല്ല കേട്ടോ, ഓഫ്ലൈനായിട്ടും ഒരുപാട് കോഴ്സുകൾ IT അക്കാദമിയിൽ അവൈലബിൾ ആണ്. സിലബസ് ക്ലാസ്സുകൾക്ക് പുറമെ പേഴ്സണൽ ട്രെയിനിങ് ക്ലാസ്സുകളും വർക്ക്ഷോപ്പുകളും സ്റ്റുഡൻസിന് നൽകുന്നു എന്നതാണ് IT അക്കാദമിയുടെ മറ്റൊരു പ്രത്യേകത. നിങ്ങളൊരു ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ കോഴ്സ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ചൂസ് ചെയ്യാം IT അക്കാദമി മലപ്പുറം. അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ തിരൂരേന ഒരു ഹോസ്പിറ്റലിൽ റിസപ്ഷനിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ IT അക്കാദമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഞാൻ ഗ്യാരണ്ടി തരാം, നല്ല വിശ്വസിച്ച് അവിടെ പോയി പഠിക്കാന്നുള്ളൊരു ഗ്യാരണ്ടി ഞാൻ തരാം.
എനിക്ക് ഗുണം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഓൺലൈൻ സ്റ്റുഡൻ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കൊടുക്കണ പൈസക്ക് ഇത് വർത്ത് ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയങ്കര പേടിയുണ്ടായിരുന്നു. 6 മാസത്തെ കോഴ്സ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു മാസമായപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ എത്തിപ്പെടുന്ന സ്ഥലത്ത് തന്നെയാണ് ഞാൻ എത്തിക്കണത്. എന്താ വെച്ചാൽ മിസ്സുമാർ, ടീച്ചേഴ്സ് അത്രക്കും നമ്മളെ പഠിപ്പിച്ചിരുന്നത്. നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് കയറിയില്ലെങ്കിൽ മിസ്സുമാർ വിളിക്കും. അതേപോലെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് വിളിച്ച് അന്വേഷിക്കും. എല്ലാ കാര്യത്തിനും അവർ നമ്മളോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്നു. ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒരു ക്ലിയർ ചെയ്ത് തരും. സാറ് മോട്ടിവേഷൻ ക്ലാസ് ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമുക്ക് എനർജി കൂടുന്നതായിട്ട് ഫീൽ ചെയ്തിരുന്നത്. നമുക്ക് വീണ്ടും വീണ്ടും മുന്നേറാനുള്ള ഒരു ഇത് വരികയായിരുന്നു സാറ് ക്ലാസ് കിട്ടുമ്പോൾ. അപ്പോൾ IT അക്കാഡമി എന്ന് പറയുമ്പോൾ IT അക്കാഡമി നല്ല അടിപൊളി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമുക്ക് എന്താ പറയുക, പഠിക്കണം താല്പര്യമുള്ളവർക്ക് നല്ല അടിപൊളി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് IT. ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ അടിപൊളിയാണ്. ടീച്ചേഴ്സ് ആണെങ്കിലും നമുക്കൊരു ടീച്ചർ സ്റ്റുഡൻറ് ബോണ്ടിനെക്കാട്ടിലുപരി ഒരു ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുക. എല്ലാ കാര്യങ്ങളും ഡൗട്ട് ക്ലിയറൻസ് എല്ലാം പക്ക ക്ലിയർ ആണ്. ഞാൻ ഇവിടെ IT അക്കാഡമി ചൂസ് ചെയ്തതിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഇനി ഫ്യൂച്ചർ സ്റ്റുഡൻസിനും IT അക്കാഡമി സജസ്റ്റ് ഒരു ആഡ് കണ്ടിട്ടാണ് IT അക്കാദമിയിൽ അഡ്മിഷൻ എടുത്തത്. ഞാനൊരു വഫിയ സ്റ്റുഡൻ്റ് ആയിരുന്നു. വഫിയ കഴിഞ്ഞ് ഏത് കോഴ്സ് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് IT അക്കാദമിയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് തിരഞ്ഞെടുത്തത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുത്തത് കൊണ്ട് എനിക്ക് കൂടുതൽ ഹോസ്പിറ്റലിനെ കുറിച്ച് മനസ്സിലാക്കാനും അവരുമായി ഇടപഴകാനും സാധിച്ചു. ഈ അക്കാദമിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ടീച്ചേഴ്സ് ആകട്ടെ സ്റ്റുഡൻസ് ആകട്ടെ എല്ലാവരും ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിരുന്നു. ടീച്ചേഴ്സൊക്കെ നമുക്ക് ഏത് സമയത്തും ഏത് ഡൗട്ട് ചോദിച്ചാൽ ഭയങ്കര പക്ക ക്ലിയർ ആയിട്ട് നമുക്ക് തരുമായിരുന്നു. സാറ് ക്ലാസ് ആണെന്നുണ്ടെങ്കിലും പക്ക നല്ല കോൺഫിഡൻറ്റോട് കൂടെ നമുക്ക് സംസാരിക്കാനും നമ്മുടെ എല്ലാ പേടികളും മാറ്റാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കോഴ്സ് ഓൺലൈനിൽ എടുത്തത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാവും എന്താവും എന്നുള്ളതൊക്കെ. പക്ഷെ